ഞാനിന്നൊരു നാടകം കാണാൻ പോയി. നാടകത്തിന്റെ പേരാണ് പെണ്ണും പൊറാട്ടും. അപ്പൊ ഇന്നത്തെ വിഷയം പെണ്ണും പൊറാട്ടും. മൂവി ട്രക്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സന്തോഷ് ടി കുരുവിള നിർമ്മിച്ച് രാജേഷ് മാധവൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പെണ്ണും പൊറാട്ടും. ഈ പടത്തിൽ മെയിനായിട്ട് പറയുന്നത് ഒരു മോബ് മെന്റാലിറ്റിയെ കുറിച്ചാണ്. ഈ മോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞു, അത് കേട്ടിട്ട് രണ്ടാമത്തെ ആൾ അത് കുറച്ചുകൂടി കൂട്ടി പറഞ്ഞു, അത് രണ്ടായി മൂന്നായി അതൊരു കൂട്ടമായി. ആ കൂട്ടത്തെ പറയുന്നതാണ് മോബ് എന്ന്. ഈ ഒരു കൂട്ടമായിട്ടുള്ളവര് കൂടുതലായിട്ടൊന്നും ചിന്തിക്കില്ല. മെയിനായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ പറയുന്നത് കേൾക്കുക, അത് അത് കേട്ട് അതുപോലെ ചെയ്യുക. അതായിരിക്കും ഒരു മോബ് മെന്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ കഥ നടക്കുന്ന ഒരു ഗ്രാമത്തിലാണെങ്കിലോ, തന്നോട് ആഗ്രഹം പ്രകടിപ്പിച്ച വ്യക്തിയോട് തനിക്ക് ഇഷ്ടമല്ല, തനിക്ക് താല്പര്യമില്ല എന്ന് തുറന്നു പറഞ്ഞിട്ട് അയാളെ തന്നെ കല്യാണം കഴിക്കേണ്ട അവസ്ഥ വരെ എത്തുന്ന ഒരു പെണ്ണും, നിന്ന വീട്ടിലെ അവഗണന കാരണം കൊണ്ട് അവിടുത്തെ സ്ത്രീയെ കടിച്ച് മതിലും ചാടി ഓടിയ നായയെ പേവിഷബാധ ആരോപിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന അവിടുത്തെ ചെറുപ്പക്കാരുടെ പോരാട്ടം. ഇത് രണ്ടുമാണ് ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. ഇതിൽ വളർന്നു വരുന്ന കൊച്ചുകുട്ടികൾ വരെ അക്രമത്തെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വരച്ചു കാട്ടുന്നുണ്ട്. വിഷയം ഇതാണെങ്കിലും സിനിമയുടെ കൊമേഴ്ഷ്യൽ വാല്യൂ കളയാതെ തന്നെ എടുക്കാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് അയാളെ സഹായിച്ചത് സിനിമയിലെ അഭിനേതാക്കൾ തന്നെയാണ്. കാരണം ഇതിലെ 99% ആളുകളും പുതുമുഖങ്ങളാണ്. എന്നാലോ അവരുടെ ഒരു ആക്ടിങ്ങും നമുക്കൊരു കല്ലുകടിയായിട്ട് തോന്നുന്നില്ല. അവരെല്ലാവരെയും സംവിധായകൻ ഹാൻഡ് പിക്ക് ചെയ്താവാനാണ് സാധ്യത. കാരണം മുൻപേ ആള് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് പേരെടുത്തിട്ടുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഡോൺ വിൻസെന്റിന്റെ സംഗീതവും സബിൻ ഊറലിക്കണ്ടിയുടെ സിനിമാറ്റോഗ്രാഫിയാണ്. കാരണം ഇതിൽ കുറെ കോംപ്ലക്സ് ഷോട്ട്സ് ഉണ്ട്. അതെല്ലാം എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് നായയെ ഓടിക്കുന്ന സീനൊക്കെ ഭയങ്കര സിനിമാറ്റിക് ആയിരുന്നു. പിന്നെ ഇതിനെല്ലാം കൂട്ടി വെച്ചിട്ട് ചമന്റെ എഡിറ്റിങ്ങും അതും കൂടി ആവുമ്പോൾ കുറച്ചും കൂടി മികവുറ്റതാക്കുന്നുണ്ട് വിഷ്വൽസിനെ എല്ലാത്തിനും. ചുരുക്കത്തിലൊരു എക്സ്പെക്ടേഷനും ഇല്ലാതെ നിങ്ങൾക്ക് പട്ടണ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നന്ദി.